സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നുണേശന്റെ നുണക്കഥകൾ കാണിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് തുടങ്ങിയേക്കാം. അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടി കേന്ദ്രത്തിന് കഴിഞ്ഞ തവണ ഒരു കത്ത് നൽകിയെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ പോയിട്ടില്ല. അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടി ഇത് PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ പറ്റിയാണ് പറയുന്നത്. PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി എന്തിനാണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും മെച്ചപ്പെട്ട വിദ്യാഭ്യാസങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു ഫണ്ടാണ് PM ശ്രീ എന്ന് പറയുന്ന ഒരു ഫണ്ട്. അതാണ് ശരിക്കും ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന സംഖ്യകളൊക്കെ ലക്ഷ്യം വെക്കുന്നത് കാവിക്കളസവൽക്കരണം, പിള്ളേരുടെ തലയിൽ തന്നെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന ഉള്ളി സുരേന്ദ്രൻ എന്നൊക്കെ വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സംഖ്യപുത്രൻ, അദ്ദേഹം രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞൊരു കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ആരാണ് സവർക്കർ അല്ലെങ്കിൽ ആരാണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെയുള്ള രീതിയിൽ ചരിത്രത്തിന്റെ ഏടുകൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിയായിട്ടുള്ള ചരിത്രം കുട്ടികളെ പഠിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ കാവിക്കളസവൽക്കരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിനെ വിറ്റുകൊടുക്കുന്ന അല്ലെങ്കിൽ കേരളത്തിനെ വിട്ടുകൊടുക്കുന്ന ഒരു പദ്ധതിയാണ് PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി. ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി ഒപ്പിട്ടതോടുകൂടിയാണ് PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടായത്. അന്ന് പ്രതിപക്ഷത്തിരുന്ന VD സതീശൻ അടക്കമുള്ള ആളുകൾ അതിരൂക്ഷമായിട്ട് ഇതിനെ എതിർക്കുകയുണ്ടായി. സംഘികളുമായിട്ടുള്ള സഖ്യം ചേർന്നുകൊണ്ട ഒരു കളിയാണ്. ആ കളിയിൽ കൂടി കേരളത്തിനെ സംഘീവൽക്കരണത്തിനും കാവിക്കളസവൽക്കരണത്തിനും വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം കളിക്കുന്ന നെറികെട്ട രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാവരും പ്രതികരിച്ചത്. എന്നാൽ ആ ഒരു കാര്യത്തിൽ ഒപ്പിട്ടതിന് ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ കൂടി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംഘിമിത്രങ്ങൾ, സംഘപരിവാരങ്ങൾ കേരളത്തിനെ ലക്ഷ്യം വെക്കുന്നതെന്നും കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലായിട്ടുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാർ ആ ഒരു പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാസം തന്നെ ഒരു കത്തയക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് ആ ഒരു പദ്ധതി ഇതുവരെ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല, നടപ്പിലായിട്ടുമില്ല. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നതാണ് അല്ലേ. അപ്പൊ കൈരളി TV പങ്കുവച്ചിരുന്ന ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി കാണാനിടയുണ്ടായി. അതായത് PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ സഖാവിരിക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഒരു നോട്ടീസ് പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അവിടെ തീരുമാനമായതാണ്. എന്നാൽ ഇന്ന് ഈ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് മെഴുകുന്ന കുറേ അധികം ആളുകളുണ്ട്. അപ്പൊ ആ ആളുകളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. എന്തായാലും കണ്ടു നോക്കാം. കോൺഗ്രസ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് കർണാടക, തെലങ്കാന എന്നിവ. PM ശ്രീയുടെ വെബ്സൈറ്റിൽ ആ സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കിയ സ്കൂളുകളുടെ പേരുകളും കാണാൻ സാധിക്കും. കേരളത്തിൽ LDF സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ അത് നടപ്പിലാക്കിയ സ്കൂളുകളുടെ പേരുകൾ ഈ വെബ്സൈറ്റിൽ കാണാൻ കഴിയും. എന്നാൽ കേരളം സെലക്ട് ചെയ്താൽ ഇതാണ് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് കർണാടക. കണ്ടില്ലേ, PM ശ്രീ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ പേര് പോലും ഇല്ല എന്നുള്ളൊരു വാർത്തയാണ് കൈരളി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊരു കമ്മികളുടെ ചാനലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരും നിങ്ങൾ പറഞ്ഞാലും രേഖകൾ കള്ളം പറയില്ലല്ലോ സാറുമാരെ അല്ലെ അണ്ണന്മാരെ. നിങ്ങൾ വലിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളുകളല്ലേ. ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇത് നടപ്പിലാക്കുന്നതെന്ന് പറയുന്ന നിങ്ങൾ, ഇടതുപക്ഷ സർക്കാർ മുന്നിലേക്ക് വെച്ച ഒപ്പിട്ടിട്ട് നടത്താനായിട്ട് വെച്ചിരുന്ന കുറെ പദ്ധതികളുണ്ട്. ലൈഫ് മിഷൻ, വയനാട് ടൗൺഷിപ്പ്, കേരളയിൽ, ഇങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന എത്രയെത്ര വികസനങ്ങളുണ്ട്. അതെന്തുകൊണ്ട് നിർത്തലാക്കി? ആണത്തമില്ലായ്മ, കഴിവില്ലായ്മ, നട്ടലിനും ഉറപ്പില്ലായ്മ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ നിർത്തലാക്കിയത്. അതല്ലെന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടാണ് നിർത്തലാക്കിയത് മനസ്സിലാക്കാനായിട്ട് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ആവശ്യമില്ല സതീശൻ ജി. സാധാരണ കുട്ടികളുടെ ഒരു മനസ്സുകൊണ്ട്, കുട്ടികളുടെ ചിന്താരീതി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കഴിവ് കൊണ്ടും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഏതൊരു കുഞ്ഞു കുട്ടിക്കും അറിയാം നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ്. വെള്ളത്തിന് മുകളിൽ വര വരച്ചുകൊണ്ട് ആ വരയെ കൂടി നിങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഐസിൽ പെയിന്റ് അടിച്ചുകൊണ്ട് നിങ്ങൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങളെ, പ്രബുദ്ധ കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയം കളിക്കുകയാണ്. പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റില്ല, പൊളിട്രിക്സ് കളിക്കുകയാണ് നിങ്ങൾ. അപ്പൊ ഇതില് കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിരുന്ന കുറെ അധികം ആളുകൾ നമുക്കറിയാം. അതിൽ പേരെടുത്ത് പറയേണ്ട ആളുകൾ ഈ സ്മൃതി പരുത്തിക്കുരു, നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹിം, ഇങ്ങനെയൊക്കെ പറയേണ്ട കുറച്ച് ആളുകളുണ്ട്. ശ്രീകണ്ഠ നായരൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ പ്രായമായ ആളുകൾ, അതൊക്കെ പോട്ടെ. എന്നാലും ഹാഷ്മി എല്ലാ കാര്യങ്ങളിലും അതിശക്തമായിട്ടും വ്യക്തമായിട്ടും രൂക്ഷമായിട്ടും വിമർശിക്കുന്ന, മാധ്യമ പ്രവർത്തനം എന്താണെന്ന് അറിയാമായിരുന്ന
ചടുലമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അമ്മാനമാടിക്കൊണ്ട് തന്നെ ഈ വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു മനുഷ്യനായിരുന്നു ഹാഷ്മി. എന്നാൽ കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത് ഹാഷ്മിക്ക് തന്നെ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടാത്തത് എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് മാറിയിരുന്നു. അങ്ങനെ കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് വിജയിച്ച സമയത്ത്, UDF വിജയിച്ച സമയത്ത് വലിയ ആഹ്ലാദ പ്രകടനമായിട്ട് വന്ന ഹാഷ്മിയെ നമുക്കറിയാം. അന്ന് ഹാഷ്മിയുടെ കയ്യിലേക്ക് കൈപ്പത്തിയുടെ മറ്റേ ആ ഒരു വടിയും പിടിക്കാനായിട്ട് കുറേ അണികൾ ചെന്നിരുന്നു. അന്ന് അയാളത് തട്ടിമാറ്റി പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഓൾറെഡി. അപ്പോൾ ഇന്ന് അതേ ഹാഷ്മി, ഈ കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് ജയ് വിളിച്ച അതേ ഹാഷ്മി കൊങ്ങികൾക്ക് കൊടുക്കുന്ന നല്ല അടിപൊളി ഒരു മറുപടിയുണ്ട്. ഒരു മറുപടി കാണണ്ടേ? ഹാഷ്മി തന്നെ അത് പറയേണ്ടി വന്ന ഹാഷ്മിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഹാഷ്മി നിന്നെ എനിക്ക് മനസ്സിലാവും. ഞാൻ എന്തായാലും വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അതിലും ഏതാനും ആഴ്ചകൾക്ക് മാത്രം മുൻപാണ്, മലപ്പുറത്താണെന്ന് തോന്നുന്നു, ആ നയത്തിനെതിരായ ഒരു സെമിനാറിൽ എം സ്വരാജ് പറയുന്നുണ്ട്, മതേതര ഹിന്ദുവിനെ വർഗീയ ഹിന്ദുവാക്കി മാറ്റി ഹിന്ദു രാഷ്ട്രത്തിന് മതരാഷ്ട്ര സംസ്ഥാപനത്തിലുള്ള വിചാരധാര ബാക്ക്ഡ് സാഫ്രൺ അജണ്ടയാണ് ദേശീയ വിദ്യാഭ്യാസ നയം. ഏതാണ്ട് അതേ സമയത്ത് തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്, അത് മനുസ്മൃതിയുടെ മാനിഫെസ്റ്റോ, നമ്മൾ ചെറുക്കും തകർക്കും ഇടതുപക്ഷ വിദ്യാഭ്യാസം, അതാണ് ആ കാവ്യ നയത്തിന് ബദൽ കേരളമാണ് NEP വിരുദ്ധ പോരാട്ടത്തിന് കുന്തവന എന്തൊക്കെ കേട്ടതാണ്. ആ കാണ്ടം സെമിനാറുകൾ, വായപ്പടച്ച് ലേഖനങ്ങൾ, പ്രബന്ധങ്ങൾക്കിടയിലാണ് ആരും കേരളമോ മുന്നണിയോ മന്ത്രിസഭയോ അറിയാതെ പോയ FBI മോഡൽ സീക്രട്ട് ഓപ്പറേഷൻ ഒപ്പിടൽ. തലേ ദിവസം ചിന്താവാരിയിൽ ആഞ്ഞടിച്ച് വിദ്യാഭ്യാസ മന്ത്രി പിറ്റേ ദിവസം ചോദിക്കലാണ്, NEP എന്താ കുഴപ്പം? കുറച്ച് ഫണ്ടുകൾക്കപ്പുറം റിസ്ക് എടുക്കൽ, അൺഹോളി ഹേസ്റ്റ, വല്ലാത്ത ധൃതി എന്തിനായിരുന്നു? ഇപ്പോഴും ഉത്തരവില്ലാ ചോദ്യമാണ് പൊളിറ്റിക്കൽ പ്രഹേളിക. ആ PM ശ്രീ അണ്ടർ ടേബിൾ അടിപ്പണിയാണ്. 1 മാസം മാത്രം മുൻപ് മുക്കോട് മുക്ക് ചർച്ചയാക്കി UDF ഇലക്ഷൻ ടെക്കിന്റെ പ്രധാന ക്യാമ്പയിൻ. ഏതോ പ്രചാരണ വേദിയിൽ വൈകാരികമായി കൈകൾ വിറപ്പിച്ച് ശ്രീമാൻ KM ഷാജി പറയുന്നുണ്ട്, നിങ്ങളെനിക്ക് വോട്ട് നിന്ന് ജയിപ്പിച്ചാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിയെ തള്ളി പറയുന്ന നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിൽ നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PMC എന്ന പദ്ധതി ഞങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയ മണ്ണാങ്കട്ടയാണ്. ആ കൊട്ടയെടുത്ത് പൂമുഖത്ത് വെച്ച് പൂമാലിട്ട് ഒന്നാന്തരം രാഷ്ട്രീയ മലക്കമറിയലാണ് ഇന്ന് വീഡിയോയുടെ വാർത്താ സമ്മേളനം. ആത്മവഞ്ചന, ഡിസപ്ഷൻ, ട്രിക്കറി. അന്ന് ആവേശത്തോടെ കൈയടിച്ച ലീഗ് പ്രവർത്തകരോട്, UDF-കാരോട്, ഷാജി സാഹിബെ അപ്പറഞ്ഞ വാചകമടിക്ക് വെറും വാക്കുകൾക്ക് പറയൂ ഒരു മാപ്പ്. PMC കേവലം ഒരു കരാറാണോ? അല്ല. പോയ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഡയറക്ഷൻ വെട്ടിമാറ്റി നറേറ്റീവാണ്. CPM-BJP ഡീൽ എന്നതൊരു UDF ചൂണ്ടിക്കാട്ടിയ രേഖാപരമായ തെളിവാണ്. അന്ന് നിങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമാണ്, അല്ലാതെ കിട്ടാൻ പോകുന്ന 4.25 ചക്രം കാശിന് ഞഞ്ഞാവിഞ്ഞാ സാങ്കേതികതയല്ല. ഇനി ആ ഫണ്ടാണ് പ്രശ്നമെങ്കിൽ കോടതിയിലേക്ക് പോകണം. ആർജവത്തിൽ പറയണം, നീതിപീഠമേ, കേന്ദ്രത്തോട് ഞങ്ങൾ ചോദിക്കുന്നത് പിച്ചപാത്രത്തിൽ എറിഞ്ഞു തരുന്ന എച്ചിൽ പണമല്ല, ഞങ്ങളുടെ ടാക്സ് പിരിച്ചുകൊണ്ട് പോകുന്ന കോടിക്കോടികളുടെ വിഹിതമാണ്, റൈറ്റ് ആണ്, അവകാശം. അല്ലാതെ ഡൽഹി ദർബാറിൽ കാലിൽ വീണ് കെഞ്ചി പറഞ്ഞാൽ മാത്രം ഇത് ചാരിറ്റി അല്ല, അത് കണിശമായി പറയലാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പറയാനുള്ള മടിയാണെങ്കിൽ, കേന്ദ്രത്തോട് ഏറ്റുമുട്ടാൻ പേടിയാണെങ്കിൽ അത് പറ. അല്ലാതെ പോയ സർക്കാർ ഒപ്പിട്ട ഏതോ പേപ്പറിൽ ചാരി നാട്ടിൽ കളിക്കല്ലേ, അരാഷ്ട്രീയ അവതാപറയല്ലേ, തൊണ്ടുതൊടാമെന്ന് വിഴുങ്ങാൻ കേരളം കുടിക്കുന്നത് ബാർലി വെള്ളമല്ല. അതിലും ഏതാനും ആഴ്ചകൾക്ക് എന്റെ പൊന്നു ഹാഷ്മി, നിന്നോട് ഒരുപാട് ബഹുമാനം തോന്നുന്നു. അല്ലെ ഹാഷ്മി എന്ന് പറയുന്ന സഹോദര, നിങ്ങളോട് ഒരുപാട് ബഹുമാനം തോന്നുന്നു. ഒരു ബിഗ് സല്യൂട്ട്. കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ തോന്നിവാസം കാണിക്കുന്ന, ഈ പിറപ്പുകേട് കാണിക്കുന്നവന്മാർക്ക് തന്നെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ് ഹാഷ്മി. വ്യക്തമായിട്ടുള്ള രീതിയിൽ ക്ലിയർ കട്ടായിട്ട് ആ ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ്. എന്താണ് സതീശനാദികൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? CPM-BJP ഡീൽ, CJP ഡീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലായിരുന്നല്ലോടാ മക്കളെ നീയൊക്കെ. ഇപ്പൊ ആര് തമ്മിലാണ് ഡീൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. VD സതീശൻ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, അത് നമുക്ക് ഔദാര്യമല്ല, നമ്മൾക്ക് കിട്ടേണ്ട അവകാശപ്പെട്ട പണമാണ്. അത് വാങ്ങുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? നമ്മുടെ നികുതി തന്നെ പിരിച്ചെടുത്തിരിക്കുന്ന പണമാണ് PM ശ്രീയിൽ കൂടി നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മളത് കൈപ്പറ്റിയല്ലേ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ആണത്തമുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു നട്ടല്ല ആരുടെ മുന്നിൽ പണയം വെക്കാത്തൊരു മനുഷ്യനാണ് നമ്മുടെ CM, പൂക്കി CM എന്ന് പേരിട്ട് കേരളത്തിലെ പൊന്നോമന മക്കൾ വിളിക്കുന്ന CM നിങ്ങളെങ്കിൽ ധൈര്യപൂർവ്വം നേരിട്ട് എന്നിട്ട് ചോദിക്കണം, ഞങ്ങൾക്ക് കിട്ടേണ്ട പണം ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ നികുതി പണമാണ്. ഇപ്പൊ ഹാഷ്മി പറഞ്ഞ പോലെ ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ നികുതി പണം, ഞങ്ങളിൽ നിന്ന് പിരിച്ച നികുതി പണമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിന്റെ ഒന്നും ഒരു കോപ്പിലും ഒപ്പിട്ടിട്ടല്ല ഞങ്ങൾക്ക് തരേണ്ടത്. സംഘീവൽക്കരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിനെ വിട്ടുതരാൻ പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടായിരിക്കണം. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്ന അതേ ആർജവം ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും വേണം. അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മൂക്കിന് താഴെ മീശയും വെച്ചുകൊണ്ട് ഞാനൊരാണാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇതൊക്കെ വെറും വൃത്തികെട്ട രാഷ്ട്രീയമാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനേക്കാളൊക്കെ അതിനൊരു പവിത്രതയുണ്ട്. ആ ഒരു പേരിന്, പൊളിറ്റിക്സിന് തന്നെ ആ ഒരു പവിത്രത ഇല്ലാതാക്കുന്ന, അതിനൊരു കളങ്കം വരുത്തുന്ന വൃത്തികെട്ട ഒരു രാഷ്ട്രീയ കളികൾ, ആ കളികളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു രീതിയിലും സംഘികളെ എതിർക്കാൻ പറ്റാത്ത, സംഘികളോടൊപ്പം വലിയ രീതിയിൽ ബന്ധമുള്ള, സംഘികൾ എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മുട്ടിടിക്കുന്ന കുറെ അധികം ആളുകളാണ് ഇന്നിപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എന്തായിരുന്നു പിണറായി വിജയനെന്നും, എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇവിടെ ഉണ്ടായിരുന്നതെന്നും, എന്തൊക്കെ കാര്യങ്ങളിലാണ് നിലകൊണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പം ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. അതായത് KM ഷാജി എന്ന് പറയുന്ന ലീഗിന്റെ ഒരു നേതാവുണ്ട്.
ഒരു മൂരിക്കുട്ടൻ എന്നാണ് പലരും വിളിക്കുന്നത്, ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല കേട്ടോ, KM ഷാജി എന്ന് തന്നെ വിളിക്കാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഹാഷ്മി എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി വലിച്ചു കയറി അറബിക്കടലിലേക്ക് എറിയുമെന്ന്. ഇന്നിപ്പോൾ അതാ PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി അറബിക്കടലിലെ തിമിംഗല കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മുതലക്കുഞ്ഞുങ്ങൾ, അറബിക്കടലിൽ മുതല കാണത്തില്ല, ഡോൾഫിനൊക്കെ അല്ലേ കാണുള്ളൂ, അതിങ്ങനെ കൊത്തി കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹനക്കേട് വന്ന് മരിച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. നാളത്തെ വാർത്തയിലൊക്കെ ചിലപ്പോൾ വരുമായിരിക്കാം. എന്തായാലും വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ഇയാളെ യഥാർത്ഥത്തില് ഒരു അന്തകവിത്താണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതേസമയം PM ശ്രീ നടപ്പാക്കില്ല എന്ന് മുൻ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് തെളിയുന്നു. 2025 നവംബർ 12-ന് PM ശ്രീ നടപ്പാക്കാനാകില്ല എന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. PM ശ്രീയിൽ ഒരു കാശ് പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ല എന്ന് മുൻമന്ത്രി V ശിവൻകുട്ടി അല്പം മുമ്പ് പ്രതികരിച്ചു. ഇതൊക്കെ കണ്ടാലും കുറേ അധികം നാണമില്ലാത്ത അടിമകളുടെ മെഴുകലുകൾ കമന്റ് ബോക്സിൽ കാണുമ്പോഴാണ് എനിക്ക് എന്താ ഇവന്മാരോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സ്വന്തം അച്ഛനെ വരെ മാറ്റി പറയാനായിട്ട് ഒരു കുഴപ്പവും ഇല്ലാത്തവന്മാരാണ് ഈ രീതിയിൽ കമന്റ് ഇടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എടാ, ഇത്തിരിയെങ്കിലും ഒരു 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 മര്യാദയൊക്കെ വേണം ഒരു രാഷ്ട്രീയത്തിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു മുഖ്യനായിട്ടിരിക്കുമ്പോൾ. വെറുതെ അവിടെ പോകുമ്പോൾ അവിടെ കണ്ടവനെ അങ്ങനെ പറയുകയും ഇവിടെ കണ്ടവനെ ഇങ്ങനെ പറയുകയും ആരെ കണ്ടാലും ചിരിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് നടക്കുകയും അല്ലെങ്കിൽ അവരോടൊപ്പം ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് നടക്കുകയും ചെയ്യുന്ന ഒന്നുമല്ല ഈ നാടിനെ നയിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയുടെ കടമ എന്ന് പറയുന്നത്. ചിരിയല്ല പ്രധാനം, പ്രവൃത്തിയാണ് പ്രധാനം. ആദ്യം വല്ലതും ചെയ്ത് കാണിക്കട്ടെ, എന്നിട്ട് ചിരിക്കുകയോ കളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. കേരളത്തിലെ ജനങ്ങളെ സംഘികളുടെ അണ്ണാക്കിലേക്ക് അല്ലെ സംഘികളുടെ കാൽപാദത്തിലേക്ക് കൊണ്ട് ഇട്ടുകൊടുക്കുന്ന ഈ വൃത്തികെട്ട നിലപാട്, ഈ വൃത്തികെട്ട നടപടികൾ ഇത് നടപ്പിലാക്കാനായിട്ട് സമ്മതിക്കരുത്. കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ഇതിനെതിരെ സംഘടിക്കണം, പ്രതികരിക്കണം. അല്ലെങ്കിൽ ഇവന്മാർ എന്ത് തോന്നിവാസവും കാണിക്കും. കാരണം അവന്മാർക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ കൊടുത്തിരിക്കുകയാണല്ലോ. പിന്നെ എന്തും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഭാര്യ സഹോദരി പോലെ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയും സഹോദരനെ പോലെയാണ് സംഘികളും UDF-ഉം ഇന്ന് ഈ കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആരിലും ഒരാളെ പറഞ്ഞാലും രണ്ടു കൂട്ടർക്കും കൊള്ളും, അല്ലെങ്കിൽ ആരിലും ഒരാളെ പറഞ്ഞാലും ഇവർക്ക് എല്ലാവർക്കും കൊള്ളുമെന്നേ. കാരണം രണ്ടും ഒന്നാണ്, ഞാൻ നീയാണ് എന്നൊക്കെ പറയുന്ന പോലെ സയാമീസ് ഇരട്ടകളെ പോലെയാണ് BJP-യും UDF-ഉം. ഇതൊരു കഷ്ടമാണല്ലേ. മെഴുകുന്നവരെ കാണുമ്പോൾ നമോ ഭാഗം നല്ലത് വേറെ ഒന്നും പറയാനില്ല. നമസ്കാരം അത് ഏത് വിരൽ കൊണ്ട് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ, ബൈ.